നമസ്കാരം. ഒരു വ്യത്യസ്തമായ വീഡിയോയാണ് ഇന്നുള്ളത്. കേരവൃക്ഷങ്ങളുടെ നാടായതിനാൽ കേരളം എന്ന പേര് വന്നു എന്ന് കുട്ടിക്കാലം മുതൽ കേട്ടു പഠിച്ച അറിവ് ഇനി മാറ്റി പറയേണ്ടി വരുമോ എന്നാണ് തോന്നുന്നത്. മറ്റൊന്നുമല്ല, ദേശീയ നാളികേര വികസന ബോർഡിന്റെ പുതിയ കണക്ക് പ്രകാരം ഇപ്പോൾ കർണാടകമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേങ്ങ ഉൽപ്പാദനം നടത്തുന്നത് എന്നാണ്. 2016 മുതൽ ഒന്നാം സ്ഥാനത്തായിരുന്ന കേരളത്തെ ബഹുദൂരം കടത്തിവെട്ടിയാണ് ഈ മേഖലയിൽ കർണാടകയുടെ കുതിപ്പ്. ഇന്ത്യയിലെ ആകെയുള്ള നാളികേര ഉൽപ്പാദനത്തിന്റെ ഭൂരിഭാഗവും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ്. ഇനി ഈ കണക്ക് ഒന്ന് പരിശോധിക്കാം. 2022-23 കാലയളവിൽ കർണാടകം ഉൽപ്പാദിപ്പിച്ചത് 595 കോടി നാളികേരമാണ്. ആ സമയത്ത് കേരളത്തിന്റെ കണക്ക് 563 കോടിയാണ്. തൊട്ട് മുൻവർഷത്തെ കണക്ക് നോക്കിയാൽ, അതായത് 2021-22 കേരളത്തിൽ 552 കോടി നാളികേരം ഉൽപ്പാദിപ്പിച്ചപ്പോൾ കർണാടകത്തിൽ 518 കോടിയായിരുന്നു. ഒരു വർഷം കൊണ്ട് ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് കർണാടകം ഞെട്ടിക്കുകയാണ്. ഇനിയാണ് വലിയൊരു വ്യത്യാസം വരുന്നത്. 2023-24, അതായത് ഇക്കഴിഞ്ഞ വർഷം കേരളം 564 കോടി നാളികേരം ഉൽപ്പാദിപ്പിച്ചപ്പോൾ തമിഴ്നാട് 578 കോടിയും കർണാടകം 726 കോടിയുമായി മാറി. വിശദമായ കണക്കുകൾ ഇനി പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ. നാളികേര ഉൽപ്പാദന മേഖലയിൽ കർണാടകവും തമിഴ്നാടും കേരളത്തെ കടത്തിവെട്ടി കഴിഞ്ഞു. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് പരിശോധിച്ചാൽ, തെങ്ങുകൃഷി എന്നതിൽ കൂടുതൽ ഗൗരവത്തോടെയുള്ള സമീപനം അവർ സ്വീകരിച്ചു എന്നതാണ്. തേങ്ങ താനെ ഉണ്ടാകുന്നതല്ല, അത് ഉണ്ടാക്കിയെടുക്കണം എന്ന നൂതന ചിന്തകളും അതിനനുസരിച്ചുള്ള പരിപാലനവുമാണ് ഇവിടെ നടന്നത്. പഴയ കണക്കുകൾ നോക്കിയാൽ 2020-21 കാലയളവിൽ കേരളം 694 കോടി, തമിഴ്നാട് 543 കോടി, കർണാടകം 491 കോടി എന്നിങ്ങനെയായിരുന്നു നാളികേര ഉൽപ്പാദന കണക്ക്. തേങ്ങയുടെ കാര്യത്തിൽ മാത്രമല്ല, കൊപ്രയുടെ കാര്യത്തിലും കേരളത്തെ കർണാടകം കടത്തിവെട്ടിയിരിക്കുകയാണ്. ഇന്ത്യയിലെ മൊത്തം കൊപ്ര ഉൽപ്പാദനത്തിലെ 72.8% കർണാടകം നേടിക്കഴിഞ്ഞു. ഇന്ത്യയിലെ ആകെ നാളികേരങ്ങളുടെ ഉൽപ്പാദനത്തിലെ 28.5% മാത്രമേ കർണാടകത്തിന് ഉള്ളുവെങ്കിലും അവരുടെ ഇപ്പോഴത്തെ വൻ കുതിപ്പ് കേരളം മാതൃകയാക്കേണ്ടതാണ്. വാരാന്ത്യ കൃഷി അഥവാ വീക്കെൻഡ് അഗ്രികൾച്ചർ എന്ന പുതിയ ആശയമാണ് കർണാടകത്തെ ഇപ്പോൾ വ്യത്യസ്തമാക്കുന്നത്. ഇത് കർണാടകത്തിലെ പടിഞ്ഞാറൻ ജില്ലകളിൽ വലിയൊരു തരംഗമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതിൽ പ്രത്യേകിച്ച് തുംകുരു, ഹാസൻ, മാണ്ഡ്യ എന്നീ ജില്ലകളിലാണ് ഏറ്റവും വലിയ നാളികേര കൃഷി നടക്കുന്നത്. കർണാടകയുടെ നാളികേര ഉൽപ്പാദനത്തിന്റെ 80% ഈ ജില്ലകളിൽ നിന്നാണ്. മൊത്തത്തിലുള്ള നാളികേര കൃഷിയിൽ ഇപ്പോഴും കർണാടകം കേരളത്തിനു പിന്നിലാണെങ്കിലും ഉള്ളതിൽ നിന്ന് കൂടുതൽ ഉൽപ്പാദനം നടത്തുവാൻ അവർക്ക് സാധിക്കുകയാണ്. ഇന്നത്തെ കർണാടകയിലെ യുവജനത കൃഷിയോട് താല്പര്യം കാണിക്കുന്നതാണ് പുതിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചതിന് പിന്നിലെ പ്രധാന കാരണം. ഗ്രാമീണ മേഖലകളിൽ സ്ഥിര വരുമാനമുള്ള തൊഴിലുകൾക്കൊപ്പം തന്നെ അവർ കൃഷിയിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. ശാസ്ത്രീയമായ കൃഷിരീതികൾ, കൃത്യമായ പരിചരണം, കൃത്യമായ വളപ്രയോഗം എന്നിവയ്ക്ക് അവിടുത്തെ പുതിയ തലമുറ വലിയ ശ്രദ്ധ നൽകുകയാണ്. ഇതിനായി കാർഷിക യൂണിവേഴ്സിറ്റികളും ഹോർട്ടിക്കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റും അവർക്ക് കൃത്യമായ സഹായവും ഉപദേശവും നൽകുകയും ചെയ്യുന്നുണ്ട്. ഒരു കുടുംബത്തിൻ്റെ വരുമാനം കൂട്ടുവാനായി കൃഷിയിൽ നിന്നുള്ള ആദായം കൂടി നേടിയെടുക്കണമെന്ന ഉറച്ച ചിന്തയാണ് പുതിയ തലമുറയെ നേട്ടം കൊയ്യുവാൻ കർണാടകത്തിൽ സഹായിക്കുന്നത്. നമ്മുടെ നാട്ടിലെ പഴയ തലമുറ അന്ന് ഭാവിയെ മുൻകരുതി നട്ട തെങ്ങുകളിൽ കൃത്യമായ പരിചരണങ്ങൾ നടത്തി ജീവനോപാധി കണ്ടെത്തിയിരുന്നു. നഗരവൽക്കരണം കൂടിയതോടെ വ്യാപകമായി നാളികേര ഉൽപ്പാദനത്തിൽ ഇടിവുണ്ടായി. രോഗബാധകളും പരിചരണമില്ലായ്മയും തെങ്ങുകളിൽ നിന്നുള്ള ഉൽപ്പാദനത്തെയും ബാധിച്ചു. ഇന്ന് മിക്ക സംസ്ഥാനങ്ങളിലും കൂടാതെ കേരളത്തിൽ അങ്ങെങ്ങായും പുതുതലമുറയിലെ യുവ കർഷകരുടെ വിജയഗാഥകൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നതാണല്ലോ. വൻ ശമ്പളം നേടുന്ന IT ജോലികളും എൻജിനീയറിംഗ് മേഖലയിലുള്ള യുവാക്കളും കൃഷിയിലേക്ക് ഇറങ്ങുന്നതും പതിവ് കാഴ്ചയായി മാറുകയാണ്. ഇന്ന് എല്ലാം ഹൈടെക് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശാസ്ത്രീയമായ രീതിയോടൊപ്പം തന്നെ പഴയ പരമ്പരാഗത അറിവുകളും സമന്വയിപ്പിച്ച് കൃഷിയെ ആദായകരമാക്കാം എന്നതും പുതിയ തലമുറ തെളിയിച്ചു കഴിഞ്ഞു. ഈ വിഷയത്തിൽ നമ്മുടെ സംസ്ഥാനം ഇനിയും മുന്നോട്ട് പോകേണ്ട സമയമാണിത്. കൃഷി വകുപ്പും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളും കോടികൾ ചിലവഴിച്ച് നടത്തുന്ന പ്രചരണ പരിപാടികൾ അത് ഉദ്ദേശിക്കുന്നിടത്ത് എത്തുന്നുണ്ടോ എന്ന ചോദ്യം പ്രസക്തമാണ്. എന്തായാലും ഉപഭോക്തൃ സംസ്ഥാനമായി മാറിയ കേരളത്തിൽ അഥവാ നാളികേരത്തിൻ്റെ നാട്ടിൽ ഒരു സാധാ കരിക്ക് വെള്ളം കുടിക്കണമെങ്കിൽ പോലും 50 രൂപയിലധികം കൊടുത്ത് അന്യ സംസ്ഥാനക്കാരുടെ കരിക്ക് വാങ്ങിക്കേണ്ട അവസ്ഥയായതിന് ആരെ കുറ്റം പറയാൻ. പുതിയൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഫോളോ ചെയ്യുക, ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവയൊക്കെ നൽകുക.